അങ്ങനെ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തായിരുന്നു വിവാഹം? ആ ആ സമയത്തായിരുന്നു വിവാഹം. വിവാഹം അതിനെക്കുറിച്ച് പറയൂ. വിവാഹം ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. കൂടെ അഭിനയിക്കുന്നവരായിരുന്നു? അല്ലല്ലല്ല, നല്ല പാട്ടുകാരൻ. ഈ പാട്ടിലാണ് പെട്ടത് ഞാൻ. അപ്പോൾ നാടകത്തിന് വേണ്ടി പാടാറുണ്ട്? നാടകത്തിന് വേണ്ടി പാടാനില്ല, ട്യൂൺ ചെയ്യാനും പാടാനും. ആ പാട്ട് ഞാൻ എന്നെ പഠിപ്പിക്കുക. അങ്ങനെയായിട്ട് നോക്കിയപ്പോഴാണ് ഞങ്ങൾ ശബ്ദം കൊണ്ട് പരിചയപ്പെട്ടത്. എൻ്റെ ചിരി കൊണ്ട് അങ്ങേര് ആകെ ഉള്ളഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ നിന്ന് ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാർക്കൊക്കെ അറിയാം. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ച് 2 മക്കളായി. ആദ്യത്തെ മകൻ മരിച്ചു, രണ്ടാമത്തെ ഒരു മകനുണ്ട്. ഇപ്പോൾ മകനുണ്ട്, മക്കളുണ്ട്. അഞ്ഞാഴി ചൂനേമിളക് അരച്ച് കഴിച്ചാലേ ഒരു മാറ്റാൻ കുടുംബം കിട്ടുള്ളൂ എന്നാണ് ഞങ്ങളെ എൻ്റെ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്നൊന്നും ആ കാലത്തില്ല. അഞ്ഞാഴി പോയിട്ട് 5 നാഴി ചൂനേമിളക് എന്ന് പറഞ്ഞ കാന്താരി ഇല്ലേ, അത് അരച്ച് കുടിച്ചാലാണ് അത്ര ദുഃഖമുണ്ട് മാറ്റാൻ്റെ കുടുംബം. അപ്പോൾ ഈ ചൂനേമിളക് 5 നാഴി അരച്ച് കുടിച്ചാലേ ഒരു മാറ്റാൻ്റെ കുടുംബം നമ്മൾക്ക് പരിപാലിക്കാൻ പറ്റുള്ളൂ സുരക്ഷിതമായിട്ട്. ഇന്നിപ്പോൾ അതൊന്നുമില്ല. 5 മിളക് തിന്നാൻ പറഞ്ഞപ്പോൾ പല കാര്യം നോക്കാൻ പറയും. ഇന്ന് അതാണ് കാലം. അത്ര ക്ഷമയോടുകൂടി നമ്മളൊരു മാറ്റാൻ്റെ കുടുംബം നമ്മൾ പരിപാലിക്കണം. ഭർത്താവിൻ്റെ അമ്മ, ഭർത്താവിൻ്റെ അച്ഛൻ, ഭർത്താവിൻ്റെ സഹോദരി സഹോദരന്മാർ ഒക്കെ അയാളെ പരിപാലിച്ചവരാണ്. ഈ സ്ത്രീ വരും മുമ്പ് അവരായിരുന്നു ഭക്ഷണം കൊണ്ടു കൊടുക്കാനും ഡ്രസ്സ് കഴുകാനും എന്തെല്ലാം കാര്യങ്ങൾ വേണമെങ്കിൽ അവരായിരുന്നു കൂടെ. ഈ മകൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇലയെ ചവിട്ടി വഴക്കുണ്ടാക്കി വേറെ പോകാമെന്നുള്ളതല്ല ഒരു സ്ത്രീയുടെ ഉത്തമം. അവിടെ നിന്ന് നിൻ്റെ അമ്മയാണ് ഭർത്താവിൻ്റെ അമ്മ, നിൻ്റെ അച്ഛനാണ് ഭർത്താവിൻ്റെ അച്ഛൻ, ഇതുപോലെ നോക്കി ഒരുപാട് സഹിക്കേണ്ടി വരും. വല്ലതൊക്കെ പറഞ്ഞെന്ന് വരും, കേട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജോലി നോക്കുക. ഇത് പോയി ഭർത്താവിൻ്റെ ചെവിയിൽ ഓതി കൊടുക്കുക, കോരി ഒഴിക്കരുത്. കുടുംബം കലഹായി. ക്ഷമിക്കുക. താങ്ങാൻ പറ്റാത്തത് വരുമ്പോഴേ ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടായി. ചേട്ടൻ അറിഞ്ഞിട്ടില്ല. അത് ഭർത്താവിനോട് പറയുകയാണോ വേണ്ടല്ലേ, നേരിട്ട് അമ്മയോടും അച്ഛനോടും? അല്ല, ഭർത്താവിനോട് ആദ്യം പറയാം. ഇവൾക്ക് നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല, ഇവളെ ചീത്ത പറഞ്ഞായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ചെന്നിട്ട് പറയുക ചേട്ടനോട്, ചേട്ടൻ ഇന്ന മാതിരി ഉണ്ടായി. ഞാൻ അതിന് ബദലൊന്നും പറഞ്ഞില്ല. ചേട്ടൻ ചോദിക്കാനും പോകണ്ട, അറിഞ്ഞിരുന്നു വന്നാൽ മതി. അപ്പോൾ സ്ത്രീക്കൊരു ആണ് തുണ വേണം, അവരെ ഇങ്ങനെ പരിപാലിക്കണം. അത്രയും ഇല്ലെങ്കിലും കുടുംബ വഴക്കുണ്ടാവരുത്. നമ്മളായിട്ട് പിന്നെ ഈ ഒരു താലി ചരട് വെച്ചതാ. 22 25 വയസ്സിലാണ് ഈ ഒരു താലി കൊണ്ടുപോയി മങ്ങൽ. ഇതിലുള്ള ബന്ധമാണ് എനിക്കുള്ളത്. 10 മാസമൊന്നും അവനെ നീ പ്രസവിച്ചിട്ടില്ലല്ലോ, അതൊക്കെ അവൻ്റെ അമ്മയല്ലേ, വളർത്തിയിട്ടില്ലല്ലോ. പക്ഷെ ഇന്ന് പെൺകുട്ടികളൊക്കെ അവരുടെ ചിന്താഗതി എങ്ങനെയൊന്നുമല്ലല്ലോ. അവർക്ക് ഫെമിനിസം, ആണിന്റെ തുണ വേണ്ട. കല്യാണം കഴിച്ച് അവൻ എന്നെ അങ്ങനെ പറഞ്ഞു. ഞാൻ മറ്റവൻ്റെ കൂടെ പോയി എന്ന് ഭർത്താവ് പറഞ്ഞു. ഒരു പക്ഷെ നിൻ്റെ പെരുമാറ്റം കൊണ്ടായിരിക്കും അവന് മനസ്സിലായി, മനഃപൂർവ്വം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തമ്മിൽ ഒരാളറിയാതെ പറഞ്ഞ് ചർച്ച ചെയ്ത് അവിടെ അവസാനിപ്പിക്കുക, വീണ്ടും ആവർത്തിക്കാതിരിക്കുക.